കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലം ഉൾപ്പെടുന്ന ഒരുപക്ഷെ കേരള 11 കഴിഞ്ഞ അതായത് അജിംഷാദ് കഴിഞ്ഞ തവണത്തെ ഒരു ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും, അതായത് കഴിഞ്ഞ തവണ ഈ UDF-ന്റെ സ്ട്രോങ് ഹോൾഡായ സ്ഥലങ്ങളിൽ വരെ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. അത് നമുക്കറിയാം. കണ്ണൂർ സ്വാഭാവികമായിട്ട് ചുവപ്പൻ കോട്ടയം എന്നാണോ പറയാറുള്ളത്. ഇത്തവണയും ആ ചുവപ്പൻ കോട്ട അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് കണ്ണൂരിലെ വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാർ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഏതായാലും മിനിറ്റുകൾ, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. കേരളം ആർക്കൊപ്പം? ഭരണ തുടർച്ചയാണോ അതോ ഇടർച്ചയ്ക്ക് വേണ്ടിയുള്ള സന്തോഷ് റെഡിയാണ്. സന്തോഷ് എന്തൊക്കെയാണ്? പേരാവൂരും ഇരിക്കൂറും രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ കൈവിട്ടത് LDF-ന്റെ ഉരുക്കുകോട്ടയാണ് കണ്ണൂര്, ധർമ്മടം അടക്കമുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ വോട്ടെണ്ണൽ ഏത് കേന്ദ്രത്തിലാണ് സന്തോഷ് ഉള്ളത്? അജിംഷാദ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ചാല ചിൻടക്കിലുള്ള ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്. ഇവിടെ ഈ പേരാവൂർ, മട്ടന്നൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ 3 കൗണ്ടിംഗ് സെൻറ്ററുകളാണുള്ളത്. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ, ഇരിക്കൂർ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണലുമാണ് നടക്കുന്നത്. ഇപ്പോൾ പോളിംഗ് ഈ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. സ്ട്രോങ് റൂമിൻ്റെ തുറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇത്തവണ PRD എടുത്ത് മറ്റ് ചാനലുകൾക്കെല്ലാം നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കൗണ്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവിടെയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് കൗണ്ടിംഗ് ഏജന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൗണ്ടിംഗ് ഏജന്റുമാർ അവർ അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ക്യൂ നിൽക്കുകയാണ്. അതോടൊപ്പം